ഇനി തിരുവനന്തപുരത്തേക്ക്. തിരുവനന്തപുരം നഗരത്തിലെ സമരങ്ങൾക്ക് ഡൽഹി മാതൃകയിൽ ജന്തർ മന്ദർ മോഡലിൽ ഒരു പ്രത്യേക കേന്ദ്രം വേണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. ലോക്ഭവന്റെ ഒരു അതിഥി സമരം കാരണം ബുദ്ധിമുട്ടിയത് പരാമർശിച്ചായിരുന്നു ഗവർണർ ഈ നിർദ്ദേശം പറഞ്ഞത്. പല ആളുകളും ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. കോർപ്പറേഷൻ കൗൺസിലേഴ്സിന് അദ്ദേഹം നൽകിയ ചായ സൽക്കാരത്തിലായിരുന്നു ഗവർണർ ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. ഇതൊരു പുതിയ ആശയമാണെന്ന് പറയാൻ കഴിയില്ല. പല ആളുകളും ഇത് പറഞ്ഞിട്ടുണ്ട്. പണ്ട് എനിക്ക് തോന്നുന്നു ഏതൊരു ഒരു നിയമ സംവിധാനം തന്നെ കടൽ തീരത്തോ മറ്റോ പൊയ്ക്കൂടെ എന്ന രീതിയിലുള്ളൊരു കാര്യം ഒരിക്കൽ ഉന്നയിച്ചത് ഞാൻ ഓർമ്മിക്കുന്നു. എന്തായാലും വീണ്ടും ഇതൊരു ചർച്ചയ്ക്ക് വിഷയീഭവിക്കുന്നു. ഗവർണർ ഈ ആശയം മുന്നോട്ട് വെച്ചതോടെ റിനു ശ്രീധർ മറ്റു വിവരങ്ങൾ പറയും. റിനു, പറയൂ. നമുക്കറിയാം, തിരുവനന്തപുരം നഗരമധ്യത്തിലാണ് സെക്രട്ടേറിയറ്റിലോ രാജ്ഭവനിലോ ഒരു പ്രതിഷേധ സമരം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ നഗരം നിശ്ചലമാകുന്ന ഒരു സാഹചര്യം, വലിയ രീതിയിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മണിക്കൂറുകളോളം ക്യൂ ആയി വാഹനങ്ങൾ കിടക്കേണ്ടുന്ന ഒരു സാഹചര്യം. നേരത്തെ തന്നെ SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമരങ്ങൾക്കൊരു പ്രത്യേക കേന്ദ്രം ദില്ലി മോഡലിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. നമുക്കറിയാം, ദില്ലിയിൽ എത്തിക്കഴിഞ്ഞാൽ ജന്തർ മന്ദറിൽ പ്രത്യേക ഒരു ഗ്രൗണ്ട് തന്നെ ഇതിനു വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ പോയിരുന്ന് സമരം ചെയ്യണം. അത്തരത്തിലുള്ള ഒരു സമര കേന്ദ്രം തിരുവനന്തപുരം നഗരത്തിലും ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യമാണ് ഗവർണർ ആർലേക്കർ മുന്നോട്ട് വെച്ചത്. ഇന്ന് തിരുവനന്തപുരം നഗരസഭയുടെ മേയറെയും അതുപോലെ തന്നെ കൗൺസിലർമാരെയും വിളിച്ച് ചായ സൽക്കാരം നടത്തിയതിനു ശേഷം അവരോട് ഒരു അഭ്യർത്ഥന എന്നുള്ള രീതിയിലാണ് ഗവർണർ ഇത്തരത്തിലൊരു കാര്യം മുന്നോട്ട് വെച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ നടപടികൾ എന്തെങ്കിലും തരത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം നഗരസഭ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ സർക്കാരുമായി ഇടപെട്ടുകൊണ്ട് ഇത് നടത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് പുത്തരിക്കണ്ടം പോലുള്ള ചില ഗ്രൗണ്ടുകൾ തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടതും ശരിയാണ്. ഇത് നേരത്തെയൊക്കെ തന്നെ ചർച്ചയായതാണ്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം എടുക്കുമോ എന്നുള്ളതാണ്. എന്തായാലും ഗവർണറുടെ ഒരു അതിഥി ഇത്തരം ഒരു സമരത്തിൽപ്പെട്ട് വലിയ രീതിയിൽ പെട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒപ്പം ഗവർണറും ചില സാഹചര്യത്തിൽ, കാരണം രാജ്ഭവനിൽ ഒരു പ്രതിഷേധ സമരം ഉണ്ടായാൽ രാജ്ഭവന് ഗേറ്റിന് തൊട്ട് മുന്നിലാണ് ഈ ഒരു സമരം ഉണ്ടാവുക. അവിടേക്ക് വാഹനങ്ങൾ കടന്നു പോകാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും. അതെല്ലാം തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു ആവശ്യം ഗവർണർ ഈ ഒരു ചായ സൽക്കാര ചടങ്ങിൽ മുന്നോട്ട് വെച്ചത്. SKN. വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.